ഡാഡാ വണ്ടിയില് ബാഗുകൾ കയറ്റി വെക്കുക. നമ്മൾ എവിടെയാ പോണേ? നമ്മൾ എങ്ങടാ പോണേ? അയ്യാൻകുട്ടി ഭയങ്കര സ്ലീപ്പിയാണ്. വാ വാ വാച്ചോ. ട്രാഷ് ബിന്നോ? കം സ്ലോലി. കെൻ യു കം സ്ലോലി? ഓക്കെ, ബഗ് ഉണ്ട്, അവിടെ നിന്നോ കേട്ടോ. ബഗിന്റെ അടുത്തേക്കൊന്നും വരണ്ട. നമ്മൾ എവിടെയാ പോണേന്നറിയോ? നമ്മൾ സിയാറ്റിൽ നിന്ന് കേരളത്തിലേക്ക് പോവാണ്, തൃശ്ശൂർ, നമ്മുടെ ഫാമിലീനെ കാണാൻ. അയാൻകുട്ടിക്കാണെങ്കിൽ ബഗ്സിനെയൊക്കെ നല്ല പേടിയാണ്. അതുകൊണ്ടാണ് അവിടെ സ്റ്റക്കായി പോയി നിൽക്കണേ കേട്ടോ. ഡാഡ എവിടെയാ? വായോ, ദേ ഡാഡ വരണോ. ഡാഡാ, കുട്ടിയുടെ ഡാഡാ. ഡൈന ബുക്ക് ഇതാ മമ്മയുടെ കയ്യില്. ഇതാ ഡൈന ബുക്ക് ഉണ്ട് കേട്ടാ. ഉണ്ട്, എൻ്റെ അമ്മയുടെ കുട്ടിയുണ്ട്, കുഞ്ഞി ഡൈന ബേബി ഉണ്ട്. ബഗ്സിനെയൊക്കെ പേടിയാണെങ്കിലും ഞങ്ങൾക്ക് ഡൈനോസേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഡൈനോസർ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ എയർപോർട്ടിൽ പോണേ. ഒന്നും മറക്കാൻ പാടില്ല, എല്ലാം കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ടേ. കുട്ടി എങ്ങടാ പോണേ? ഫ്ലൈറ്റിൽ എവിടേക്കാ പോണേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓക്കെ, ഫ്ലൈറ്റിൽ എങ്ങടാ പോണേ? ഇഷാൻ ചേട്ടനെയും മിത്തു ചേച്ചിനെയും കാണാനാണോ? എങ്ങടാണ് പോണേ? പടം പിടിക്കാൻ പോയതാണ്, മൂഡ് മാത്രം കാണിച്ചു. ഡൈന വന്നേ. ഇവിടെ നോക്ക്, ഇവിടെ ഇവിടെ. അപ്പോൾ രാവിലെ പെട്ടിയും കിടക്കി എടുത്ത് പോയിട്ട് പിന്നെ ഇവരെന്താ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു യാത്ര തുടങ്ങണേന്ന് ഡൗട്ട് തോന്നിയോ? എന്താന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായേ അയാൻ മോൻ്റെ OCI കാർഡ് എടുക്കാൻ വിട്ടുപോയി. അത് വീട്ടിൽ വന്ന് സകലമാന സ്ഥലങ്ങളിലും തിരഞ്ഞു, എവിടെ നിന്നും കിട്ടിയില്ല. ഒരുപാട് തപ്പി അവസാനം ഒരു എടുത്തു വെച്ച സ്ഥലത്തിൽ തന്നെ കബോർഡിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വീട്ടിൽ തിരിച്ച് വന്ന് ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് വീണ്ടും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ എടുപിടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മുടെ ഫ്രണ്ട്സ് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓ, യു ആർ സ്റ്റക്ക്. ഓക്കെ, കുട്ടി എവിടെ എത്തിന്നറിയാമോ? എയർപോർട്ടിലെത്തി. എന്താണ്? ഓക്കെ, പെട്ടികൾ പെട്ടികൾ വീണ്ടും പെട്ടികൾ. ആയാൻകുട്ടി എന്തിനാ കരയണ നമ്മുടെ മോൻ? കുഞ്ഞി ബേബിയാണോ? ഓക്കെ ഓക്കെ, കുഞ്ഞി ബേബി, ഡോണ്ട് ക്രൈ. ഓക്കെ, ഡോണ്ട് ക്രൈ. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസലായി. ആളുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു മനസ്സിലായി. ഞാൻ ഒത്തിരി ടെൻഷനായിപ്പോയി. നാട്ടിലേക്ക് പോണത് തന്നെ അച്ഛൻ മരിച്ചിട്ട് ആദ്യത്തെ വർഷത്തിൻ്റെ ശ്രാദ്ധം കൂടാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ കറക്റ്റ് സമയത്തിന് നമ്മൾ വീട്ടിലെത്തുള്ളൂ. അത് കാരണം എയർലൈൻസുകാരോട് സംസാരിച്ച് ഏത് വഴി പോയാലും കുഴപ്പമില്ല, ഇന്ന സമയത്ത് നമുക്ക് നാട്ടിലെത്തണം എന്ന് പറഞ്ഞ് അവസാനം അവർ ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ മാറ്റി ബുക്ക് ചെയ്ത് തന്നു കേട്ടോ. കുറേ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവസാനം എല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് കിട്ടി. പിന്നെ അയാൻകുട്ടീനെയും കൂട്ടി നമ്മൾ കുറച്ച് നേരം അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചു. അവൻ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. എവിടെയാണ് അയാൻകുട്ടി? ഇതെവിടെയാ നമ്മള്? എലിവേറ്ററിലാണോ? യാ, ഡാഡി ആയാലും മമ്മിയും എലിവേറ്ററിലാ.
Sit down. ഇവിടെ ഇരുന്നോ പൊന്നു. ഓക്കെ, ഡാഡ എടുക്കും കുഞ്ഞുനെ. അയാൻ കുട്ടി, അയാൻ, do you want to sit here? You can sit here. അൻവേട് പിടിക്കണം. അവിടെ ആളെ എത്തണേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ആണോ? ഹായ് മാമ. ഹായ്. ഹായ് മാമ മാത്രല്ല എല്ലാരും ഉണ്ട്. ഹായ് ഫാമിലി പറഞ്ഞേ. ഹായ് ഫാമിലി, ഞങ്ങളിവിടെ ഉണ്ടിട്ടാ. അങ്ങനെ നമ്മള് എത്തിപ്പോയി. നമ്മളിതാ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബോർഡിങ് കഴിഞ്ഞു. ചക്കു മങ്കു ഹായ് പറ പൊന്ന. ഹായ്. അയാൻ എവിടെയാ? ഇനി ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റിൽ. പതുക്കെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് അയാൻകുട്ടി കുറേ കുട്ടി ആനിമൽസിനെയും കുട്ടി ഡൈനോസേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലൈറ്റിലിരുന്ന് കളിക്കാൻ. അതൊക്കെ വെച്ച് കളിച്ച് അങ്ങനെ സമയം കളഞ്ഞോളും. പിന്നെ യാത്ര അയാന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവനെ വെച്ച് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. വേണ്ട സമയത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. ഭക്ഷണം, ഉറക്കം, പിന്നെ കുറച്ച് കഥകൾ, കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നോളും. അങ്ങനെ അവനൊരു മയക്കത്തിൻ്റെ വക്കിലെത്തി. ഇനി നമ്മളും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോവുകയാണ്. ഒത്തിരി എക്സൈറ്റഡ് ആണ് കേട്ടോ നാട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ ശ്രാദ്ധത്തിനാണ് പോണേ. അച്ഛനെ ഒരുപാട് മിസ്സാവുന്നുണ്ട് നമുക്കെപ്പോഴും. പിന്നെ അവിടെ വീട്ടിൽ ബാക്കിയുള്ള എല്ലാവരെയും കാണാൻ വേണ്ടി ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. എന്തിനാ കരയുന്നേ? പതുക്കെ വാ. ഷൊട്ടു ഇങ്ങോട്ട് നോക്കിയാ ഒരു ചീസ് പറയുന്നുണ്ടാ? ചീസ്. വെറുതെ അടുത്ത് പോകുമ്പോൾ അയൻകുട്ടിക്ക് ഒന്ന് ടച്ച് ചെയ്യണമെങ്കിൽ തൊട്ടോട്ടാ. ഇത് കൊമ്പിൻ്റെ മുകളിൽ തൊട്ടോ. തൊട്ടല്ലോ. തുമ്പിക്കൈമ തൊടണോ? തുമ്പിക്കൈമ തൊടണോ? തൊട്ടോ. ഈ തുമ്പിക്കൈനെ തൊട്ടല്ലോ. ലെഗ് തൊടണ. ലെഗ് തൊട്ടെ. ലെഗ്. ഹായ്. ബെല്ലീനെ ഒന്ന് തൊട്ടെ. ബെല്ലീനെ. ഹായ്. ചങ്ങല തൊട്ടെ. ചങ്ങല. ഓ, ടെയില് തൊടണോ? ആനയുടെ ടെയില് തൊടണോ? തൊട്ടല്ലോ. അയ്യോ, ചെവി തൊടിക്കാൻ നമുക്ക് എത്തൂല കേട്ടാ. കൊമ്പ് തൊടണോ? ഓക്കെ. ഇവിടെ നിന്നേ തുമ്പിക്കൈ തൊടാന്. ഇവിടെ നിന്നേ. അമ്മ നോക്കട്ടെ. നോക്കി. അയാൻകുട്ടിക്ക് ആനേനൊക്കെ ഇഷ്ടമായി. പക്ഷെ തനിയെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇച്ചിരി പേടിയാണ്. കാരണം അത് റിയലാണോ റീലാണോ എന്നുള്ളത് അവന് ഇന്നും മനസ്സിലാവാറായിട്ടില്ലല്ലോ. അതുകൊണ്ട് അനുബേട്ടൻ ഹെൽപ്പ് ചെയ്തു, ഞാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടെ ഒരു പയ്യനെ പരിചയപ്പെട്ടു, ഒരു കുഞ്ഞി ചേട്ടനെ. ആ ചേട്ടനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. അയാൻകുട്ടിക്കാണെങ്കിൽ അവിടെ കണ്ട് ഡൈനോസേഴ്സിനെയൊക്കെ വാങ്ങാൻ വേണ്ടി തിരക്കായിട്ടോ. പിന്നെ ഓൾറെഡി കുറേ ഡൈനോസേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഡൈനോസറിനെ ഒന്നും വാങ്ങിയില്ല. അവൻ്റെ ബാഗ് തുറന്നിട്ട് അവൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഡൈനോസറിനെ തന്നെ എടുത്ത് കൊടുത്ത് സമാധാനിപ്പിച്ചു. അങ്ങനെ അധികം നമ്മൾ നമ്മുടെ ഫാമിലിയെ കണ്ടു.
ആണോ? ഞാൻ പിടിക്കണ്ടേ? ഹലോ ഹലോ, ലിസ്റ്റ് സാധനങ്ങൾ വേണം. ലിസ്റ്റ് ഇട്ടിട്ടാ വന്നേക്കണേ. ചേട്ടനോ അതോർന്ന് ഉണ്ടടാ. ഇഷാൻകുട്ടി നീളം വെച്ച് രണ്ടും കൂടെ ഇവനെ ഓടിപ്പോവല്ലേട്ടാ. ഞാൻ ഓടിപ്പോവല്ലേട്ടാ ചേട്ടന്റെ കൂടെ നീ ഓടിച്ചാ. അയ്യാൻകുട്ടി ഇതാരൊക്കെയാണ്? 2 മണിക്ക് എത്തേണ്ടതാ പൊന്നു. പിടിച്ചോട്ടാ, ഓടിപ്പോ വരുത്തിട്ടാ. ചേട്ടന്റെ കൂടെ നിക്കണട്ടാ. കാർട്ടൂൺ അങ്ങനെ സഹിക്കണില്ല. ഡൈനോസർ ആയതാ അപ്പക്കും ചേട്ടാ. എല്ലാരും കുട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോ കുട്ടി എപ്പ ഫ്രീ ആവണോ അപ്പ ഉണ്ടാവും.